ഇല്ലെങ്കിൽ ഇത് 45 ദിവസമോ അല്ലെങ്കിൽ 4 കൊല്ലത്തിനകത്ത് നിങ്ങളിങ്ങനെ നീറി അങ്ങ് പോകും, ഒന്നുമില്ല. അത് വേണോ അല്ല പെട്ടെന്ന് വേണമെന്ന് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സ്ട്രോക്ക് പോയ്സണിങ് ഡ്രഗ്സ് ആണ്. ഈ സ്ട്രോക്ക് പോയ്സണിങ് ആൻഡ് സയനൈഡ് ആണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ടച്ച് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് പോലും നോക്കണ്ട. ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞു, 24 വർഷം സർവീസ് പട്ടാളത്തിനും അത് കഴിഞ്ഞ് 28ഓളം വർഷമായിട്ട് ഇപ്പോൾ സിനിമയിലും 2 സ്ഥലത്തും മദ്യത്തിന് ഒരു കുറവുമില്ല. പക്ഷെ ഈ പട്ടാളക്കാരൻ സിയാച്ചിലും കാർഗിലും ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്, ഒരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല. അപ്പൊ ഈ മദ്യം എന്നൊക്കെ പറഞ്ഞ് വെറും ചുമ്മാരാണ്, ചൂടാകുന്നത് ഒന്നല്ല, ബോധം പോകും. അതാണ് ഒരിക്കലും ഒരു ഡ്രഗ്സിനായി ബന്ധപ്പെട്ടു. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആരോഗ്യം എന്നുള്ളതാണ് നിങ്ങളുടെ സംഭവം. സോ കീപ് ഇറ്റ് എസ്പെഷ്യലി ടു ഗേൾസ്. പണ്ടൊക്കെ ഞങ്ങൾ ബോയ്സിനൊക്കെ മാത്രമേ പറയുന്നതാണ്. ഇന്ന് നിങ്ങൾ കുറേ കുട്ടികളെ നമ്മൾ റോഡിൽ കാണുന്നു. അതുകൊണ്ട് മക്കളെ, നിങ്ങളാണ് ഇവരുടെ ഈസി ടാർഗറ്റ്. പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അവിടെ വീട്ടിൽ പോകുന്നത് എന്ത് സംഭവിച്ചാലും വീട്ടിൽ പോയി പറയണം, അച്ഛാ അമ്മ ഇങ്ങനെ ആളെ നിർത്തുന്നത് പറയണം. അവന്റെ കവാലൊക്കെ അടിച്ചു പൊടിക്കാൻ ഇന്ന ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കീപ് അവേ ഫ്രം ദ ഡ്രഗ്സ് ആൻഡ് ബി ഓൾവേസ് friendly to your parents. Okay? Thank you so much. God bless you all. Jai. ഈ മേജർ റിലീസ് ട്രെയിനിങ് അക്കാഡമി ഇതുപോലെ സെമിനാർ അറ്റൻഡ് ചെയ്ത് പരിശീലനത്തിൽ ജോയിൻ ചെയ്ത് ജോലി നേടിയ കുട്ടികളുടെ രക്ഷിതാക്കളെ ആദരിക്കുന്ന ചടങ്ങാണ്. വലിയ സന്തോഷത്തോടുകൂടി ഇന്നിവിടെ യൂണിഫോമിൽ തന്നെ എത്തിയിട്ടുള്ള ആദിത്യനുണ്ട്. ആദിത്യനെയും അമ്മയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും പറയാം, പാരൻസ്, അച്ഛനും എല്ലാവർക്കും. അപ്പോൾ വലിയൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഓരോ കുട്ടിയും ഓരോ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ് അവരെ ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിപ്പിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച അച്ഛനമ്മമാർ ആദരിക്കപ്പെടുക എന്നുള്ള ഒരു ശുഭമുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമുണ്ട്, പഠിച്ച മക്കൾ ഒരു നല്ല നിലയിൽ എത്തുന്ന ദിവസം. ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തർ കാത്തിരിക്കുന്നത്. അങ്ങനെ തന്റെ ലക്ഷ്യത്തിലേക്ക് മക്കളെ എത്തിച്ച അച്ഛനമ്മമാരെ മേജർ റിലീസർ ആദരിക്കുന്ന ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ആദിത്യൻ സിഎമ്മിന്റെ അമ്മ അമ്പിളി മധുവാണ് വേദിയിലുള്ളത്. പൊന്നാട അണിയിച്ചുകൊണ്ട് മേജർ റിലീസർ അവരെ ആദരിക്കുന്നു. അച്ഛനെയും അമ്മയെയും ചേർത്ത് ലഭിച്ചുകൊണ്ട് ഈ വിജയത്തിലേക്ക് മകനെ നയിച്ച അച്ഛനമ്മ എന്തൊരു സന്തോഷത്തിന്റെ വേളയാണ് ആലോചിക്കുന്നത്. ആ മകന്റെ മനസ്സിൽ എന്തൊരു അഭിമാനമാണ്, അച്ഛനമ്മമാരുടെ മനസ്സിൽ എന്തൊരു അഭിമാനമാണ്. ആ മുഹൂർത്തം ഇവിടെ നമുക്ക് സമ്മാനിച്ചത് നല്ല കഠിനാധ്വാനത്തിലൂടെ ആ ലക്ഷ്യം നേടി അടങ്ങുമെന്ന് തീരുമാനിച്ച ആദിത്യനും, അതുപോലെ അവനെ അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ച് വിശ്രമിക്കൂ എന്ന് തീരുമാനിച്ച അച്ഛനമ്മമാരുമാണ് ഈ വേദിയിൽ വെച്ച് ഒരേ സമയം ആദരിക്കപ്പെടുന്നത്. അടുത്തതായി വീരമാതാ പുരസ്കാരം നൽകി അനുമോദിക്കുന്നത് വിൻസി സന്തോഷിനെയാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സന്തോഷ്, വിൻസി സന്തോഷ്, അഞ്ജു സന്തോഷിന്റെ അമ്മയാണ്. അവരെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നത്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, അവയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി തന്റെ ലക്ഷ്യത്തിലേക്ക് അഞ്ജു നടന്നെടുക്കുകയായിരുന്നു. അതിന് പ്രേരണയായി നിന്ന അച്ഛനമ്മമാരാണ് വേദിയിൽ ആദരിക്കപ്പെടുന്നത്. വീരമാതാ പുരസ്കാരം വിൻസി സന്തോഷ് ഈ വേദിയിൽ ഇന്ത്യൻ നേവിയിലാണ് അഞ്ജു സന്തോഷിനോട് എത്തിയത്. എറണാകുളത്താണുള്ളത്. ഏവിയേഷൻ വിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. Next I proudly invite Minnie Reggie, mother of Anne Maria Reggie. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛനമ്മമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഓരോ അച്ഛനമ്മമാരും ആദരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകം അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും ഇത് മനസ്സിലൊരു ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള വേളയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് കട്ടപ്പന സെന്റർ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും താഴെ വരെ കാഞ്ഞിരപ്പള്ളി വരെ വന്നിട്ടാണ് അഞ്ജു പല ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. ആ ഒരു കഷ്ടപ്പാടുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കട്ടപ്പനയിലെ സെന്റർ ഓപ്പൺ ചെയ്തത്. ഇപ്പോഴ് ഇവിടെ 4 പേര് ഈ ജോലി നേടി വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തം നമുക്ക് സമ്മാനിക്കുന്നു.
വേദിയിൽ ആത്മീയ ഗുരുനാഥ പുരസ്കാരം സ്വീകരിച്ച് വേദിയിൽ നമ്മോടൊപ്പം റജിയാണ് വേദിയിലുള്ളത്. It's a great moment for all of us. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഭിജിത്ത് ദിലീപിന്റെ അമ്മ വേദിയിലേക്ക് എത്തിച്ചേരുക. അഭിജിത്ത് ദിലീപ്. ജീവിതത്തിൽ ഇത്തരം ഒരു നിമിഷം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ടാവും. ആദരിക്കപ്പെടുന്ന വേള അപൂർവ ചിലർക്ക് മാത്രമേ അങ്ങനെ സന്തോഷ നിമിഷങ്ങൾ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ ഒരു വേദി അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. മേജർ റീസ് ട്രെയിനിങ് അക്കാദമിയിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കി സൈന്യത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. അടുത്തതായി വീരമാതാ പുരസ്കാരം സ്വീകരിക്കുന്നത് ശ്രീമതി ആശ. രക്ഷിതാക്കൾ എല്ലാവരും നിൽക്കണം. എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ സെഷൻ കൂടിയുണ്ട്. ഇന്നത്തെ ടെസ്റ്റിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മേജർ ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. ഗെറ്റ് റെഡി. ഇന്ന് കാലത്ത് നടന്ന ടെസ്റ്റിൽ സമ്മാനം നേടിയ 3 കുട്ടികളും വേദിയിൽ വന്ന് മേജർ വിസിൽ നിന്നും ക്യാഷ് പ്രൈസ് സ്വീകരിക്കുക. 800 മീറ്റർ ദൂരം ഓട്ടം 3 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ഫിനിഷ് ചെയ്ത ആദർശിനെ ക്ഷണിക്കുക. രണ്ടാം സ്ഥാനത്ത് എത്തിയത് രാജു സന്തോഷാണ്. 3.24 സെക്കൻഡോടാണ്. 3 മിനിറ്റും 24 സെക്കൻഡോടാണ്. ഫസ്റ്റ് പൊസിഷൻ ആദർശ്. തേർഡ് പൊസിഷൻ റൂബിന. From the guys 4 minutes and 30 seconds. 4 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടാണ് റോബിന ആ ദൂരം ഓടിയെത്തിയത്. മേജർ റിസർവിലെ ക്യാഷ് അവാർഡ് റോബിന. നന്നായി പരിശ്രമിക്കുക. ഓരോ ഘട്ടത്തിലും നിങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മേജർ റിസർവ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ജോലി നേടുന്നതുവരെ ഈ പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആ പേരൻസ് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ നമുക്ക് എടുത്താൽ നന്നായിരിക്കും. പേരൻസ് എല്ലാവരും ഒരു ഫോട്ടോ സെഷൻ. ഇന്ന് സെലക്ഷൻ വന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. നാളെ രാവിലെ 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. സെലക്ഷൻ ആയ കുട്ടികൾക്ക് മെസ്സേജ് കിട്ടും. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മെസ്സേജിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് സുവിധ മേജർ ശ്രീ സിബി ജോസഫ് സാറിനെയാണ്. സാറാണ് ഇവിടുത്തെ ഇൻചാർജ്. അദ്ദേഹമാണ് അഡ്മിഷൻ എടുക്കുക. സാറിന്റെ ഫോൺ നമ്പർ ഉണ്ടാവും. സാറിനെ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ അഡ്മിഷൻ കാഞ്ഞിരപ്പള്ളി SB കോളേജിൽ വെച്ചാണ്. ഒരു ദിവസം മാത്രമേ അങ്ങോട്ട് പോകേണ്ടതുള്ളൂ. സിബി സാറിനെ വിളിച്ച് SB കോളേജിൽ എത്തുക. കോളേജിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട്. അവിടെ വെച്ച് ഫീസ്